ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗൂഗിളിൻ്റെ ഷെയർസ് കിട്ടാൻ പോകുന്നു. അതെങ്ങനെ, എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നൊക്കെ വീഡിയോ ഡീറ്റെയിൽ പറയാം. നമ്മുടെ മുന്നിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഓരോ ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ മാങ്ങ കഴിച്ചിട്ട് മാങ്ങാണ്ടി ദൂരേക്ക് വലിച്ചെറിയാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ ആ മാങ്ങാണ്ടി കുഴിച്ചിട്ടിട്ട് കാത്തിരിക്കാം. അങ്ങനെ നമ്മൾ ആ മാങ്ങാണ്ടി കുഴിച്ചിട്ട് കാത്തിരുന്നാൽ തൈ വളർന്നു ആ ഒരു മാങ്ങാണ്ടിയിൽ നിന്നും 100 കണക്കിന് മാങ്ങകളുണ്ടാവും. ആ 100 കണക്കിന് മാങ്ങകളും എടുത്തിട്ട് നമ്മൾ വീണ്ടും കുഴിച്ചിട്ടു, വീണ്ടും കാത്തിരുന്നു. ആ 100 മാങ്ങയും വളർന്ന് 100 മാവായിട്ട് ഈ 100 മാവും വീണ്ടും 100 അങ്ങനെ ആയിരക്കണക്കിന് മാങ്ങകൾ തന്നു. ഈ ആയിരക്കണക്കിന് മാങ്ങകളും നമ്മൾ കുഴിച്ചിട്ടു. ഒരു കാലയളവിന് ശേഷം ഇതിങ്ങനെ പെരുകാൻ തുടങ്ങുകയാണ്. അവസാനം നമുക്ക് വേണമെങ്കിൽ പറയാം ആ ഒരു മാങ്ങാണ്ടിയിൽ നിന്നും കോടിക്കണക്കിന് മാങ്ങകൾ ഉണ്ടായി എന്ന്. ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഒരു കാലയളവിന് ശേഷം കോടിക്കണക്കിനായിട്ട് ഇത് പെരുകുന്ന ഒരു പ്രോസസ്സ്, അതിൻ്റെ പേരാണ് കോമ്പൗണ്ട് ഇഫക്റ്റ്. മാങ്ങ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. മാങ്ങയെപ്പോലെ മണിയെ, പണത്തെ നമുക്കിങ്ങനെ പെരുകിക്കാൻ കഴിയും. കുറച്ച് ക്ഷമ വേണമെന്നേ ഉള്ളൂ. സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. കോമ്പൗണ്ട് ഇഫക്റ്റിനെ ഏറ്റവും യൂസ്ഫുള്ളായിട്ട്, ബെസ്റ്റായിട്ട് ഉപയോഗിച്ച ആളുകളിൽ ഒരാളാണ് വാറൻ ബഫറ്റ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ 10ാം വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയ ആളാണ്. ഈ പുസ്തകം പറയുന്ന പ്രകാരം അദ്ദേഹത്തിൻ്റെ 30ാം വയസ്സിൽ $9.3 മില്യൺ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഇൻഫ്ലേഷൻ കുറച്ചുള്ളൊരു കണക്ക്. അതിൽ 84.2 ബില്യണും ബഫറ്റ് ഏൺ ചെയ്തത് 50 വയസ്സിന് ശേഷമാണ്. ഇതാണ് കോമ്പൗണ്ട് ഇഫക്റ്റ്. തുടക്കത്തിൽ നമുക്ക് വലിയ ബെനിഫിറ്റ് ഒന്നും ഉള്ളതായിട്ട് തോന്നില്ല. പക്ഷേ ഒരു ടൈമിന് ശേഷം, ടൈം കഴിയും തോറും ഇതിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കും. സോ ബഫറ്റും അങ്ങനെ കുറേ പേർ ചെയ്തതുപോലെ നമുക്കും ഈ കോമ്പൗണ്ട് ഇഫക്റ്റിനെ ഉപയോഗിച്ചിട്ട് റിച്ച് ആകാം, പണക്കാരനാകാം. നമ്മുടെ ലൈഫ് നമ്മൾ അത്യാവശ്യം നന്നായി എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് കോമ്പൗണ്ട് ഇഫക്റ്റും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പണക്കാരനാകാം എന്നതിൻ്റെ ഒരു ഉദാഹരണം നോക്കാം. ഈ ഉദാഹരണമായിട്ട് എടുക്കുന്നത് 1 കോടി രൂപ എങ്ങനെ നേടാം എന്നത് വെച്ചിട്ടാണ്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കഴിഞ്ഞ 30 വർഷത്തെ ഏണിങ്സ് എടുത്തു നോക്കിയാൽ 15% ഏണിങ്സ് ഉണ്ട് അതിന്. ഇപ്പോഴത്തെ അവസ്ഥ കുറച്ച് പരിതാപകരമൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് 13% ഏണിങ്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി കാര്യത്തിലേക്ക് വരാം. ഡെയിലി 100 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് കൺസിസ്റ്റൻ്റായിട്ട് SIP എന്തോ കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. 13% കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇൻട്രസ്റ്റ് അല്ല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ 28 വർഷം കൊണ്ട് 1 കോടി കിട്ടും. ഇതൊരു ഉദാഹരണമായിട്ട് എടുത്താൽ മതി, ഇങ്ങനെയും സാധ്യത ഉണ്ടെന്ന് തിരിച്ചറിയാൻ. എന്നാൽ എനിക്ക് 28 വർഷം ക്ഷമയില്ല, പേഷ്യൻസ് ഇല്ല എന്ന് പറയുന്ന ഒരാൾക്ക് 3000 വീതം മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ ഇയറും 10% ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക. ഫസ്റ്റ് ഇയർ ഈ 3000 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. സെക്കൻഡ് ഇയർ 10% ഇൻക്രീസ് ചെയ്തിട്ട് 3300 രൂപ മാസം അടയ്ക്കാം. 3ാമത്തെ വർഷം വീണ്ടും 10% നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ട് 3630 രൂപ നമ്മൾ അടയ്ക്കുക. ഇങ്ങനെ ഓരോ വർഷവും 10% നമ്മളിങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക. നമ്മളെ സംബന്ധിച്ച് ശമ്പളം കൂടാം, അങ്ങനെ പല അഡ്വാൻറ്റേജും കിട്ടാം. എന്തായാലും 10% നമ്മളിങ്ങനെ ഓരോ വർഷവും ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്നാൽ 23 വർഷം കൊണ്ട് 1 കോടി കിട്ടും. ഇപ്പോൾ പറഞ്ഞ കണക്ക് പ്രകാരം ഡെയിലി 100 രൂപ എടുത്തു വയ്ക്കുക, നമുക്ക് 1 കോടി രൂപ കിട്ടും. ഡെയിലി 100 രൂപ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ അതുപോലും നമുക്ക് എടുത്തു വയ്ക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ നമുക്ക് ചെറിയ വരുമാനമാണെങ്കിലും പണമില്ലാത്തതല്ല നമ്മുടെ പ്രശ്നം. നമുക്ക് കിട്ടുന്ന പണത്തെ നമുക്ക് മാനേജ് ചെയ്യാൻ അറിയാത്തതാണ്. എന്താണ് മാനേജ് ചെയ്യാൻ അറിയാത്തതെന്ന് പറഞ്ഞാൽ, നമ്മൾ വിചാരിക്കും ലൈഫ് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക, സേവ് ചെയ്യുക എന്ന് പറഞ്ഞ് പണം മാറ്റി വെച്ചാൽ മാത്രം പോരല്ലോ, എൻജോയ് ചെയ്യണ്ടേ എന്ന്. എൻജോയ് ചെയ്തുകൊണ്ട് എങ്ങനെ പണം മാറ്റി വയ്ക്കാം, അതിനൊരു ഫോർമുലയുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. അതിനു മുൻപ് അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയാം. എന്തിനാണ് നമ്മൾ അമേരിക്കൻ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? പ്രശസ്തമായ ഫണ്ട് മാനേജറും ഇൻവെസ്റ്ററൊക്കെ ആയ പീറ്റർ ലിഞ്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നതിന് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ എന്ന്. അങ്ങനെ നമ്മൾ ആലോചിച്ചാൽ, ഞാൻ സിനിമ കാണാൻ ഡെയിലി നെറ്റ്ഫ്ലിക്സ് ഉപയോഗിക്കുന്നുണ്ട്, ഓർഡർ ചെയ്യാൻ ആമസോണിന് ഉപയോഗിക്കുന്നുണ്ട്, എൻ്റെ ഫോൺ ആൻഡ്രോയിഡോ ഐഫോണോ ഒക്കെ ആവാം. അപ്പോൾ എങ്ങനെ ഏതായാലും നമ്മൾ ഡെയിലി ഈ കമ്പനീസൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ കാണുന്ന ഈ യൂട്യൂബ് ഗൂഗിളിൻ്റെയാണ്. ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ അമേരിക്കൻ സ്റ്റോക്സ് ആണ്. നമുക്ക് ഏതാണ്ടൊക്കെ അറിയാം ഈ സ്റ്റോക്സൊക്കെ വളരും എന്ന് നമുക്കറിയാം. ഈ കമ്പനികൾ വളരുമ്പോൾ നമ്മളതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളും അതിൻ്റെ ഒപ്പം വളരും. ഇപ്പോൾ വളർന്നിട്ടുണ്ട്,
ഇനിയും വളരുമെന്ന് നമുക്കറിയാം. ഉദാഹരണത്തിന് ടെസ്ല, ഗൂഗിള് ഇങ്ങനെയുള്ളവയ്ക്ക് ഇനിയും ഒരുപാട് ചാൻസ് ഉണ്ട്. സോ നമ്മൾ മുൻകൂട്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കമ്പനീസ് വളരുന്നതിനൊപ്പം നമ്മളും വളരും. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റും തമ്മിലൊരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് നമുക്ക് മുഴുവനായിട്ടേ വാങ്ങാൻ പറ്റൂ. എന്നാൽ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ആ ഒരു വില കൂടിയ സ്റ്റോക്കിൻ്റെ പല ഭാഗങ്ങളായിട്ട് വാങ്ങാം. ഫ്രാക്ഷനായിട്ട് ആ വില കൂടിയ ഷെയറിനെ വാങ്ങാം. നമുക്ക് ഇന്ത്യയിൽ നിന്നുകൊണ്ട് നമുക്ക് അമേരിക്കൻ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഹൈ ബ്രോക്കറേജ് ഫീ, ആ ചാർജ്, ഈ ചാർജ്, കമ്മീഷൻ ചാർജസ്, ഇങ്ങനെ ഒരുപാട് ചാർജസ് ഉണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാതെ ഫ്രീ ആയിട്ട് INDmoney വഴി നമുക്ക് അമേരിക്കൻ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. INDmoneyയിൽ അക്കൗണ്ട് ഓപ്പണിംഗ്, ബൈ, സെൽ ഇതിനൊന്നും കമ്മീഷനില്ല. ടോട്ടൽ ഫ്രീ ആണ്. 4 മില്യൺ യൂസേഴ്സ് ഓൾറെഡി ഇന്ത്യയിൽ INDmoney എന്ന ഈ ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഈ വീഡിയോ INDmoney ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ വഴി നിങ്ങൾക്ക് 750 രൂപ വർത്തുള്ള ഗൂഗിളിൻ്റെ ഷെയർ കിട്ടാൻ പോകുന്നു. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, INDmoney എന്ന ആപ്പ് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം MK ഗൂഗിൾ എന്ന കോഡ് വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത ശേഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണല്ലോ. ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഫസ്റ്റായിട്ട് നിങ്ങൾ ഫണ്ട് ചെയ്യുന്ന ടൈമിൽ 750 രൂപ വർത്തുള്ള ഗൂഗിളിൻ്റെ ഷെയർ ഫ്രീ ആയിട്ട് കിട്ടും. അതും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ടല്ലോ, ആ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്താൽ നേരിട്ട് അതിന് ശേഷം സൈൻ ഇൻ ചെയ്താൽ ഫസ്റ്റായിട്ട് നിങ്ങൾ ഫണ്ട് ചെയ്യുന്ന ടൈമിൽ 750 രൂപ വർത്തുള്ള ഗൂഗിളിൻ്റെ ഷെയർ ഫ്രീ ആയിട്ട് കിട്ടും. ഇനി നമ്മൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണം കണ്ടെത്താം എന്ന് നോക്കാം. നമ്മൾ വെറും ഇൻവെസ്റ്റ് ചെയ്ത് നടന്നാൽ മാത്രം പോരല്ലോ, നമുക്ക് ജീവിക്കും വേണം, എൻജോയ് ചെയ്യുകയൊക്കെ വേണ്ടേ. അതിന് നമ്മളൊരു പണത്തിൻ്റെ മാനേജ്മെൻറ്റ് അറിഞ്ഞിരിക്കണം. ഇതിനൊരു ഫോർമുല നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാം. നമ്മുടെ വരുമാനത്തിൻ്റെ 60% ഫിക്സഡ് എക്സ്പെൻസസിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. എനിക്ക് 1 ലക്ഷം വരുമാനം ഉണ്ടെങ്കിൽ 60,000 രൂപ ഫിക്സഡ് എക്സ്പെൻസസിന് വേണ്ടി മാറ്റിവെക്കണം. അതെന്താ പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള ചിലവുകൾ, ബിൽസ്, ഇൻഷുറൻസുകൾ, റെൻറ്റ്, അങ്ങനെയുള്ള സ്ഥിരമായ എക്സ്പെൻസിന് വേണ്ടി മാറ്റിവെക്കണം. എനിക്ക് 10,000 രൂപ വരുമാനമുള്ളൂ എങ്കിൽ 6,000 രൂപയുടെ നമ്മൾ ഇങ്ങനത്തെ ഫിക്സഡ് എക്സ്പെൻസസ് ഒതുക്കണം. ഇനി നമ്മുടെ വരുമാനത്തിൻ്റെ അടുത്ത 10%, അപ്പോൾ നമ്മുടെ വരുമാനത്തിൻ്റെ 60% നമ്മൾ മാറ്റിവെച്ചു. ഇനി അടുത്ത 10%, ഈ 10% നമ്മൾ റിട്ടയർമെൻറ്റിന് വേണ്ടി മാറ്റിവെക്കുക. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ നാഷണൽ പെൻഷൻ സ്കീം, മ്യൂച്വൽ ഫണ്ടുകൾ, അല്ലെങ്കിൽ നിഫ്റ്റിയിലെ ടോപ്പ് 50 കമ്പനികൾ, അങ്ങനെ ഏതിലും ഇൻവെസ്റ്റ് ചെയ്യാം. അത് മാസം ചെയ്യണം. അടുത്ത 10% നമ്മുടെ വരുമാനത്തിൻ്റെത് ഒരു എമർജൻസി ഫണ്ടിന് വേണ്ടി മാസം മാറ്റിവെക്കുക. കാരണം ഇന്നത്തെ കാലത്ത് ഏത് ചിലവ് എപ്പോഴാണ് പെട്ടെന്ന് വരിക നമുക്ക് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് അപ്പോൾ നമ്മുടെ 60% നമ്മൾ ഫിക്സഡ് എക്സ്പെൻസസിന് വേണ്ടി മാറ്റിവെച്ചു. അടുത്ത 10% നമ്മൾ റിട്ടയർമെൻറ്റിന് വേണ്ടി മാറ്റിവെച്ചു. അടുത്ത 10% എമർജൻസി ആവശ്യങ്ങൾക്ക് വേണ്ടി മാസം മാറ്റിവെച്ചു. അവസാനം നമ്മുടെ ശമ്പളത്തിൻ്റെ വെറും 20% നമ്മുടെ കയ്യിലുള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ എൻജോയ് ചെയ്യാം. നമുക്ക് റെസ്റ്റോറൻറ്റ് പോവാം, സിനിമ കാണാം, അങ്ങനെയുള്ള ഗിൽറ്റ് ഫ്രീ എക്സ്പെൻസസിന് വേണ്ടി നമ്മളത് മാറ്റിവെക്കാം. എനിക്ക് ആകെ മാസം 10,000 രൂപയുള്ളൂ, ഈ 2,000 രൂപ വെച്ചിട്ട് ഞാൻ എന്ത് എൻജോയ് ചെയ്യാനാണ് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അവരുടെ വരുമാനം കൂട്ടുക അല്ലാതെ മാർഗമൊന്നുമില്ല. സോ 60, 10, 10, 20 ഫോർമുല നിങ്ങളുടെ എക്സ്പെൻസസ് ഒക്കെ പ്ലാൻ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി വരാൻ പോകുന്ന അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ, അവസാനത്തെ 20% എൻജോയ്മെൻറ്റിനൊക്കെയുള്ള ഈ പണമുണ്ടല്ലോ, ആ 20%-ൽ എൻ്റെ എൻജോയ്മെൻറ്റുകൾ, ഗിൽറ്റ് ഫ്രീ എക്സ്പെൻസസ് ഒതുങ്ങുന്നില്ല എന്ന് പരാതി പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അനാവശ്യങ്ങളായ പല ചിലവുകളും നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഉദാഹരണം നെറ്റ്ഫ്ലിക്സോ ആമസോൺ പ്രൈമോ ഒക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും, പക്ഷേ നിങ്ങളത് യൂസ് ചെയ്യില്ല, പലപ്പോഴും നിങ്ങളത് കാണുന്നില്ല. അങ്ങനെ ഉപയോഗമില്ലാത്ത പല ചിലവുകളും നിങ്ങൾക്ക് കട്ട് ചെയ്യാം. നിങ്ങൾ ക്യാബ് വിളിച്ചായിരിക്കാൻ പോകുന്നത്, അത് കട്ട് ചെയ്തിട്ട് അത്യാവശ്യ ടൈമിലൊക്കെ ബസ്സിലൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അങ്ങനെ പല എക്സ്പെൻസസുകൾ നമ്മൾ കുറയ്ക്കാം. അതൊന്ന്. രണ്ടാമത്തത്, നമുക്ക് ഇഷ്ടമുള്ളതിന് വേണം നമ്മൾ ചിലവാക്കാൻ. ഇഷ്ടമില്ലാത്ത ചിലവുകൾ നമ്മൾ കുറയ്ക്കാം. കാരണം ജോലിയുടെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് എവിടെയെങ്കിലും റെൻറ്റിന് നിങ്ങൾ താമസിക്കുമ്പോൾ 30,000 രൂപയൊക്കെ റെൻറ്റ് മാസം കൊടുക്കുന്നുണ്ട് വിചാരിക്കുക. നിങ്ങളെ സംബന്ധിച്ച് യാത്ര ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ ആ 30,000 രൂപ റെൻറ്റ് കൊടുക്കുന്നത് കുറച്ചിട്ട് 15,000 രൂപ റെൻറ്റൊക്കെ ഉള്ള എവിടെയെങ്കിലും താമസിച്ചാൽ ആ 15,000 രൂപ കൂടി നിങ്ങൾക്ക് യാത്രയ്ക്ക് ഉപയോഗിക്കാം. അങ്ങനെ നിങ്ങളുടെ ലൈഫ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് പ്ലാൻ ചെയ്യാം. അടുത്തൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ പണം ഇട്ടാൽ എൻ്റെ പണം പോകുമോ? ഞാനങ്ങനെ പലതും കേൾക്കുന്നുണ്ട് എന്നതൊക്കെയാണ്. നിങ്ങളൊന്ന് ചിന്തിക്കാം. അർഷൻ മേത്ത സ്കാം എന്നൊക്കെ പറഞ്ഞ് പ്രശസ്തമായ സ്കാമൊക്കെ നമ്മൾ കേട്ടിരുന്നു. അത് നടന്നത് 90 കാലഘട്ടങ്ങളിലാണ്. അന്ന് സെൻസെക്സ് 3000 ആ റേഞ്ചിലാണ്.
എന്നാൽ ഇന്ന് സെൻസസ് ഉയർന്നുയർന്ന് 58,000 ആ റേഞ്ചിലാണ്. നമ്മളൊരു ഷോർട്ട് ടേം ആയിട്ട് ചിന്തിക്കുമ്പോഴാണ് ഇതൊക്കെ പണം പോകുമോ എന്നൊക്കെ ചിന്തിക്കേണ്ടതുള്ളൂ. സോ നമ്മൾ ലോങ് ടേം ആയിട്ട് ചിന്തിക്കുക, കോമ്പൗണ്ട് ഇഫക്റ്റിനെ നന്നായിട്ട് ഉപയോഗിക്കുക. പിന്നെ INDmoney എന്നൊരു ആപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അതുപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യുക. ഇറ്റ്സ് മീ MKJayadev.